കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശി ഹുസൈൻ കുട്ടിയെയാണ് കാണാതായത്. കൊടിയത്തൂർ തെയ്യത്തും കടവ് പാലത്തിന് സമീപമാണ് സംഭവം. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നുണ്ട്. റഫീഖ്, കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? എങ്ങനെയാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഇന്ന് ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഇവിടെ ഒരു ആള് വെള്ളത്തിൽ പോയി എന്നുള്ള വിവരത്തെ തുടർന്ന് മുക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചത്. ഇദ്ദേഹത്തെ പിന്നീട് അവരെ ബന്ധുക്കൾ ഇവരുടെ അടയാളങ്ങൾ, അതായത് ഈ കടവിൽ ചെരുപ്പും കൊടയും കണ്ടത്, അത് അടയാളങ്ങൾ മനസ്സിലാക്കി കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശി ഹുസൈൻകുട്ടിയാണ് ഒഴുക്കിൽപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോഴും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും, അതായത് കോഴിക്കോട് നിന്ന് വന്ന സ്കൂബ ടീമിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇരുവഞ്ഞിപ്പുഴയിൽ അന്വേഷണം തുടരുകയാണ്. ഇത് തെയ്യത്തും കടവില്, അതായത് കൊടിയത്തൂർ പഞ്ചായത്തിലെ തെയ്യത്തും കടവില് ആണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും മഴ പെയ്യുന്നുണ്ട്. നിലവിൽ നല്ല ശക്തമായ മഴ തന്നെയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിലിന് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്കിലും മുക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. റഫീഖ്, ഈ ഒഴുക്കിൽപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? കുളിക്കാനോ മറ്റോ ഇറങ്ങിയതാണോ? ഇതിന്റെ ഈ ഒഴുക്കിൽപ്പെട്ട ആളുടെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരത്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു വീട്ടിൽ വന്നതിനെ തുടർന്ന് ഇയാൾ കുളിക്കാൻ ഇറങ്ങിയതാണ് എന്ന് തന്നെയാണ് പ്രാഥമിക വിവരം നമുക്ക് കിട്ടുന്നത്. ഇദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഏതാണ്ട് മാനസിക അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയപ്പെടുന്നത്. ഈ ഒഴുക്കിൽപ്പെട്ട ഹുസൈൻകുട്ടിക്ക് ചെറിയൊരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണ്. അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശി ഹുസൈൻ കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. മഴ ശക്തമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളാണ് റഫീഖ് തോട്ടുമുക്കം നൽകിയത്.